അപ്പോൾ ഇതാണ് കാടക്കോഴി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ പക്ഷിയാണ്. ഇതേപോലത്തെ ചെറിയ മുട്ടയൊക്കെ തരും. ഭയങ്കര പ്രോട്ടീൻ കണ്ടൻ്റാണ്. ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഈ ക്യൂട്ട് കോഴിയെ നമ്മളിന്ന് ഇതുപോലെ തട്ടി നമ്മൾ ഫ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കാട ഫ്രൈ ആണ്. അപ്പോൾ പാകം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവരെ നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കാടക്കുട്ടന്മാരെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. ഇവിടെ നോക്കി 9 പേരുണ്ട്. 9 പേരെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തു. ഇനി വെള്ളം ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. കൊച്ചുമോൻ തണ്ണി ഒഴിച്ച് നല്ലപോലെ നമ്മൾ ശാലം ഉപ്പുപൊടിയൊക്കെ തേച്ച് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നല്ലപോലെ ഒരു 3-4 തവണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. സംഭവം ക്ലീനാണ്, എന്നാലും ഒഴി നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നണ്ട. ഓക്കെ, അതോളം 3 വേണ്ട. വെള്ളമൊക്കെ നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ് ഗൈസ്. ഉള്ളത് വെച്ചൊക്കെ മതി. അപ്പോൾ 3 തവണ നല്ലപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി ഇവന്മാരെ നമുക്ക് നല്ലപോലെ വരഞ്ഞെടുക്കാം. അതാ, നല്ലപോലെ വരഞ്ഞെടുക്കാം. വേണ്ട, അതിന് മാത്രമൊന്നും ഇല്ല, എന്നാലും മസിൽസൊക്കെ ചെറുതായിട്ടൊന്ന് കീറി വിടാം. ജിം ബോഡിയാ, പ്രോട്ടീൻ പൗഡർ. അപ്പോൾ നമ്മുടെ കാടക്കുട്ടന്മാരെ കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. വായോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ആദ്യം ലേശം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ. ഓക്കെ, അപ്പോൾ ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. ഇനി ലേശം മല്ലിപ്പൊടി. ഇനി ഗരം മസാല, നല്ല ഇടിച്ചു പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെ, നല്ല എരിഞ്ഞ് കയറണം. 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. കുഴച്ചോ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കാടക്കുട്ടന്മാരെ തേച്ച് കൊടുക്കാം. അപ്പോൾ മസാല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാടക്കുട്ടന്മാരെ ഓരോരുത്തരായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമ്മുടെ കട്ടിങ്ങിലെല്ലാം പിടിക്കണം. കട്ടിങ്ങിലും ഷേവിങ്ങിലും എല്ലാം പിടിക്കട്ടെ. നല്ലപോലെ അതിൻ്റെ എല്ലാ ഗ്യാപ്പിലും കയറണം കേസ്. ആ രീതിയിൽ മൊത്തം പുരട്ടി നല്ല സൂപ്പറാക്കി വെക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് പൊടി. ഇത് ഉപ്പ് പൊടിയല്ല, നമ്മൾ കല്ലെടുത്ത് ഇടിച്ച് പൊടിച്ചാണ് കേസ്. ഇത് ഏറ്റവും അവസാനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഞെരടണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഇറങ്ങുമ്പോഴത്തേനും ഈ ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആഹാ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ്. കത്തിയിട്ടുണ്ട്. വെച്ചു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കാടക്കുട്ടന്മാരെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചായവാല അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഗൈസ്.
പാത്രം അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കരിവേപ്പില എവിടെ? പറമ്പിൻ്റെ ഏത് ഭാഗത്താണ് കരിവേപ്പില? അപ്പോൾ അതെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാണ്. കറിവേപ്പില ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇടവും വലവും കറിവേപ്പില ഇട്ട് കൊടുത്തു. എണ്ണ നല്ല ക്ലീനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെ നമ്മുടെ കാടക്കുട്ടന്മാർ എണ്ണ ചാടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ കാടക്കുട്ടൻ ഒന്നാമത്തെ കുട്ടനെ ആഹാ, രണ്ടാമത്തെ കുട്ടൻ, മൂന്നെയും ഓരോരോ കുട്ടന്മാരെ വെച്ച് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അവസാനത്തെ കാടക്കുട്ടനെയും നമ്മൾ എണ്ണയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം ഒരു സൈഡ്, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലേശം തീയൊക്കെ കുറച്ചിട്ട് അങ്ങ് പണിഞ്ഞാൽ മതി. സടപടേന്ന് കാര്യങ്ങൾ സെറ്റായിക്കോളും ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ കാടക്കുട്ടന്മാരുടെ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഗൈസ്. ഉണ്ടോ, ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. കാരണം കൂടുതൽ കോഴിയുടെ കൂട്ട് ഒരുപാട് മാംസം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ സെറ്റായിട്ട് വരും. അപ്പോൾ പെട്ടെന്നാവും. ശ്രദ്ധിച്ചോണം, നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. പതിയൊക്കെ വരുന്നുണ്ട് പ്ലീസ്. ഇതിലാണ് ഓരോരുത്തരെ നമുക്ക് തിരിച്ചു കൊടുക്കാം. എല്ലാവരുടെയും കാലും കൈയും എല്ലാം തമ്മിൽ പിണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മറിച്ചിടാൻ പാടായിരിക്കും. എന്നാലും നമ്മൾ പെതിയെ സാവകാശം എല്ലാവരും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു സൈഡ് നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഈ സൈഡിലൂടെ നല്ല പോലെ ഫ്രൈ ആവണം, മൊരിഞ്ഞ് വരണം. ഒരുപാടങ്ങ് മൊരിഞ്ഞ് വല്ലാണ്ട് ഡ്രൈ ആയി പോകരുത്. ഒരു ഫ്രൈ ആയി വരുന്ന പരുവാകുമ്പോൾ, മുൾവശം ഫ്രൈ ആയി വരുന്ന പരുവാകുമ്പോൾ നമ്മൾ തിരിച്ചിടണം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് അതേപോലെ ഫ്രൈ ആകുമ്പോൾ തന്നെ എടുക്കണം. ഒരുപാട് കട്ടിയായി പോകരുത് ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ കാടക്കുട്ടന്മാർ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിയെടുക്കാം. എന്താ മസിൽമാൻ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വാവ്, അപ്പോൾ ഇതേ നമ്മുടെ കാടക്കുട്ടന്മാർ തേണ്ടേ നല്ല അണിഞ്ഞൊരുങ്ങി നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഡെറുക്കെ കഴിക്കാൻ ഡെറുക്കെ? ആ, ഡെറുക്കൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം. വായോ ഡെറുക്കെ എന്നാ പിടിച്ചോ. ഉടുപ്പേലാക്കല്ലേ. സ്കൂളിൽ നിന്ന് നേരിട്ട് വന്നതാണ് നമ്മുടെ കാടക്കോഴി കഴിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് നേരിട്ട് വന്ന. എങ്ങനെയുണ്ട് ഡെറുക്കെ? കഴിച്ചു നോക്കി. ഓ, ഒരു സവാളയും കൂടെ ഇടയ്ക്ക്. സവാള
പോയി സവാള പോയി. ചിക്കൻ തിന്നുവാ മുറുക്കുവാണ്. മൊത്തം മുറുക്കാൻ ചവയ്ക്കുകയാണോ? മുറുക്കാൻ ചവയ്ക്കുകയാണ്. അത് സെറ്റായിട്ട് വേണമല്ലേ ഇത് സവാള ഇങ്ങനെ. അപ്പോൾ നമ്മുടെ കാടക്കോഴിയൊക്കെ എങ്ങനെയുണ്ട് ഇതൊക്കെ? സൂപ്പറല്ലേ? അപ്പോൾ ഇതേപോലെ കാടക്കോഴിയൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും താങ്ക് യു പറ.